ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നേരെ പോയാലോ? കൂടുതൽ സംസാരങ്ങളൊക്കെ ഒന്നും നിൽക്കുന്നില്ല. പെട്ടെന്ന് വീട്ടിലൊരു വിരുന്നുകാർ വരിക അല്ലെങ്കിൽ 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരികയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വിഭവം എന്താണ്? നമ്മുടെ ഉള്ളിവട തന്നെയാണ് അല്ലേ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റംസിൽ ഒന്നാണ് കേട്ടോ. എൻ്റെ ഉമ്മാക്ക് അത് എത്രയും പെട്ടെന്നായിട്ട് ഉണ്ടാക്കി തരാനും പറ്റും. അപ്പോൾ ഈ ഇടയായിട്ട് അത് കഴിക്കാൻ വല്ലാത്തൊരു കൊതി മൂത്തു. നമുക്കിപ്പോൾ ഉണ്ടാക്കി തരാൻ പറയാൻ ഉമ്മ ഇപ്പം നമ്മുടെ കൂടെ അല്ല. അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കൽ തന്നെയാണ് ശരണം. പിന്നെ മടി പിടിച്ചിരിക്കാനൊന്നും നിന്നില്ല. നേരെ കിച്ചണിലേക്ക് വിട്ടു. അവിടെ നോക്കുമ്പോൾ നമ്മൾ ഉള്ളിവടക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ ഉള്ളി വെട്ടി പച്ചമുളക് ഇഞ്ചിയൊക്കെ എടുത്തിട്ട് കഷ്ണം കഷ്ണമായിട്ട് നരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ പച്ചമുളകും മുളക് പൊടിയൊക്കെ വളരെ കുറച്ചേ ചേർക്കാറുള്ളൂ കേട്ടോ. ഇതെന്നെ 3 എടുത്തത് എരിവ് കുറവുള്ളതാവുകൊണ്ടാണ്. കാരണം നമ്മൾ മോനും കൂടെ കഴിക്കാനുള്ളതല്ലേ, അവനക്ക് എരിവ് തീരെ പറ്റുന്നില്ല. അതുകൊണ്ട് പരമാവധി ഞാൻ എരിവ് കുറച്ചിട്ടാണ് കേട്ടോ എന്തും ഉണ്ടാക്കാറുള്ളത്. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കറിവേപ്പിലയും കൂടെ അതുപോലെ മുരിങ്ങയുടെ ഇലയൊക്കെ ചേർക്കാറുണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് മല്ലിച്ചപ്പിൻ്റെ ഇല മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഉള്ളിവട സെറ്റാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അരിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ ഒരു നുള്ളു കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തട്ടുകട സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയണത് കേൾക്കാം. പിന്നെ അതാ ഒരു 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടീസ്പൂണോളം കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണെങ്കിൽ പറയേ വേണ്ട ഗൈസ്. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൊക്കവടൻ്റെ സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഉള്ളിവട പൊക്കവട എന്നൊക്കെ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിളിക്കാറുണ്ട്. എനിക്ക് 2 ഐറ്റം ഒരേ സംഭവമായിട്ടാണ് ഞാൻ പറയാറുള്ളത്. ഉമ്മ പൊക്കവട വേണം അല്ലെങ്കിൽ ഉമ്മ ഉള്ളിവട വേണം എന്ന് ഞാൻ പറയും. അത് ഏതുണ്ടാക്കി തന്നാലും ഇതേപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചൂടായ വന്ന എണ്ണയിലേക്ക് സംഭവങ്ങളൊക്കെ നിരത്തി വെച്ച് കൊടുത്തു. പിന്നെ കയ്യും ആക്കി കഴിഞ്ഞാൽ കഴുകണമല്ലോ, അത് പിന്നെ നനക്കാനുള്ള മടിക്കാണ് ഞാൻ പിന്നെ സ്പൂണോളം കൊണ്ട് കോരിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതായി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചിട്ടൊക്കെ വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ട്രേയിലേക്ക്, വെറും പട്ടിഷോക്ക് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തു മാത്രം അതിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ഷമ തീരെ ഇല്ലാത്ത ആളായ കാരണം നമ്മൾ ചുറ്റെടുത്ത ഉടനെ തന്നെ ഞാൻ എന്തായാലും ഓരോ പീസ് എടുത്ത് കഴിക്കാൻ തുടങ്ങും. ആ ചൂടോട് കൂടെ ഊതി കഴിക്കണതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് ഗൈസ്. ഇതുപോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.